അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരുപാട് ആൾക്കാരെ സംശയത്തിനുള്ള മറുപടി ആയിട്ടാണ് കേട്ടോ. സംശയത്തിനുള്ള മറുപടി പറഞ്ഞാൽ എല്ലാവർക്കും ഇന്നെക്കുറിച്ച് കുറച്ച് അറിയാണ്ട് തോന്നുന്നുണ്ട്. അപ്പോൾ എൻ്റെ പേര് സുഹറ എന്നാണ്. എൻ്റെ വീട് വരുന്നത് പെരിന്തൽമണ്ണക്കടുത്ത് അലനല്ലൂർ ഭാഗത്താണ്. സ്വന്തം വീട് വരുന്നത് പാണ്ടിക്കാട് ഭാഗത്താണ്. കല്യാണം കഴിച്ചിട്ട് 30 വർഷമായി. 3 ആൺകുട്ടികളാണ്. പിന്നെ ചോദിച്ചു കുട്ടികൾക്ക് എത്ര വയസ്സായി. വലിയ കുട്ടിക്ക് 20 വയസ്സ് കഴിഞ്ഞു. ചെറിയ കുട്ടിയാണ് കുഞ്ഞാവ. അതിൻ്റെ ഇടയിലൊരു കുട്ടിയും കൂടി ഉണ്ട്, 18 വയസ്സായത്. അങ്ങനെ 3 ആൺകുട്ടികളാണ്. മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ, കുഴപ്പമൊന്നുമില്ല. പെൺകുട്ടികളില്ലെന്ന് ഇനി ചോദിക്കണ്ട, പെൺകുട്ടികളില്ല. പെൺകുട്ടികൾ ഇനി 3 പെൺകുട്ടികൾ വെച്ച് വരാണ്ട്, ഒരു പെൺകുട്ടികളായി വന്നാൽ മതി, അത്ര തന്നെ ഉള്ളൂ. പിന്നെ കുറേ ആൾക്കാർ വയസ്സൊക്കെ ചോദിച്ചിരുന്നു. വയസ്സ് ഏതായാലും ഇപ്പോൾ ഞാൻ പറയണില്ല. ആണുങ്ങളെ ശമ്പളവും പെണ്ണുങ്ങളെ വയസ്സ് വരും പറയില്ലല്ലോ, അതങ്ങനെ തന്നെ കിടക്കട്ടെ. പിന്നെ എൻ്റെ ആദ്യത്തെ ചാനൽ കണ്ട കൂട്ടുകാരൊക്കെ പാത്തുന്നേ വിളിച്ചിരുന്നത്. പിന്നെ കുഞ്ഞാവിൻ്റെ പേര് അദ്നാനാണ്. പിന്നെ കുഞ്ഞാവിൻ്റെ ഉപ്പ എവിടെയാണെന്ന് ചോദിച്ച് കമൻറ്റ് ഉണ്ടായിരുന്നു. കുഞ്ഞാവിൻ്റെ ഉപ്പ ഗൾഫിലാണ്. കുറേ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു പ്രവാസിയാണ് കേട്ടോ. നിർത്താനായില്ലേന്ന് ചോദിച്ചാൽ നിർത്താനായിട്ടില്ല, ആയിക്കൊണ്ടിരിക്കണുള്ളൂ. പിന്നെ കുഞ്ഞാവനെക്കുറിച്ച് കുറച്ച് പറയണം. കുഞ്ഞാവനെക്കുറിച്ച് ഞങ്ങൾക്ക് അറിയാണ്ട്. നിങ്ങളെവിടെ തെറാപ്പി കൊടുക്കൽ, മൈസൂരത്തെ തെറാപ്പി നല്ലതാണോ, ഏത് തെറാപ്പിസ്റ്റിൻ്റെ അടുത്ത് പോയാലാണ് നല്ല തെറാപ്പി കിട്ടുക, അത് ഒരുപാട് ആൾക്കാരെ സംശയമാണ്. സംശയം ഇച്ചുണ്ടായിരുന്നൊരു കാലം ഉണ്ടായിരുന്നു. എന്താ വെച്ചാൽ നമ്മൾ ആ കാലത്ത് കൂടി കടന്നു പോകുമ്പോഴുള്ളൂ ആ സംശയം വരിക. ആ സംശയങ്ങളൊക്കെ മാറണമെങ്കിൽ നമ്മൾ കുറേ ഓടണം. കുറേ ഹോസ്പിറ്റൽ കൂടിയും കുറേ തെറാപ്പി സെൻറ്റർ കൂടിയും കുറേ മരുന്നിൻ്റെ പിന്നാലെയും ഒക്കെ ഓടി ഓടി ലാസ്റ്റ് ഒരാൾ പറയും അവിടെ നല്ല തെറാപ്പി ഉണ്ട്, അവിടെ നല്ല ഹോസ്പിറ്റലുണ്ട്, അവിടെ നല്ല മരുന്നുണ്ട്, അത് കൊടുത്താൽ കുറേ മാറ്റം കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്കിങ്ങനെ പറഞ്ഞു തരും. അത് കേൾക്കുമ്പോൾ നമ്മൾ അവിടെ പോവും ഇവിടെ പോവും, അങ്ങനെ നമുക്ക് കുറേ പൈസയും പോവും, കുറേ സമയവും പോകും. അപ്പോൾ ഇങ്ങനെ കുട്ടികൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, കാരണം ബുദ്ധിമുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ജന്മനാ കുട്ടികൾ ശ്രദ്ധിക്കണം. 60 ദിവസമായ കുട്ടികൾ മുഖത്ത് നോക്കി ചിരിക്കണം. അതാ നമ്മളെ കുത്തിവെപ്പിൻ്റെ കാർഡിൽ തന്നെ ഉണ്ട്. ഒരുപാട് കാര്യങ്ങൾ ആ കാർഡുണ്ട്. ആ കാർഡിൽ പറഞ്ഞ പോലെ കുട്ടികൾ ചെയ്യുന്നുണ്ടോയെന്നൊന്ന് ശ്രദ്ധിക്കുക. 8 മാസമായ ഇരിക്കണം, പിന്നെ നടക്കണം, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതിലുണ്ട്. ആ കാര്യങ്ങളൊക്കെ കുട്ടി ചെയ്യുന്നുണ്ടോ നോക്കുക. ആ കാര്യങ്ങളൊക്കെ അത് ഞാൻ ചെയ്തിന് കേട്ടോ. കുഞ്ഞാവ് അതൊക്കെ ചെയ്തിനു. അപ്പം നമുക്ക് അതിലും നമുക്ക് കുട്ടികൾക്ക് പ്രശ്നം ഉണ്ടോ എന്ന് അറിയാൻ കഴിയൂല. പിന്നെ ഓനൊക്കെ സംബന്ധിച്ച് നമുക്ക് കണ്ട കാഴ്ച സംസാരത്തിൽ കുറവേനു കേട്ടോ. സ്പീച്ച് ഡിലേ എന്ന് പറയും. എല്ലാതും പറയുന്നുണ്ട്, പക്ഷേ ക്ലാരിറ്റി ഇല്ല. 2 അക്ഷരം മാത്രം കൂട്ടി പറയേണ്ട വേർഡ്സ് പറയണില്ല, പാട്ട് പാടണില്ല, കഥകൾ പറയണില്ല. അപ്പം നമ്മൾ ഇങ്ങനെ വല്ല പ്രശ്നം നമുക്ക് കുട്ടികൾക്ക് തോന്നുന്നുണ്ടെന്നെങ്കിൽ കൂടെയല്ല കുട്ടീനെ വാച്ച് ചെയ്യുക. ഒപ്പം പ്രസവിച്ച കുട്ടികളും സെയിം ഏജിലുള്ള കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ ആ കുട്ടി ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ കുട്ടികൾ വ്യത്യാസം ഉണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മളൊരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്താണ് പോകേണ്ടത് കേട്ടോ. എനിക്കത് അറിയാത്തത് കൊണ്ടാണ് നമുക്ക് പോകേണ്ട കാര്യം അറിയില്ല, എവിടെ പോകേണ്ടതെന്ന്. അപ്പോൾ തന്നെ നമ്മൾ പിന്നെ ഒരുപാട് പോയിട്ടുണ്ടാവും. ഞാൻ ലാസ്റ്റാണ് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. അപ്പോൾ അതിൻ്റെ മുമ്പ് നിങ്ങൾക്ക് ആർക്കെങ്കിലും കുട്ടികൾക്ക് ബുദ്ധിമുട്ടായിട്ട് സംസാരത്തിൽ കുറവോ, മുഖത്ത് നോക്കി ചിരിക്കാതിരിക്കുക, പിന്നെ നമ്മളെ ഐ കോണ്ടാക്റ്റ് ഇല്ലാതെ ഇരിക്കുക. കുട്ടികൾ മുഖത്ത് നോക്കൂല. ഐ കോണ്ടാക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് മുഖത്ത് നോക്കി ചിരിക്കുക, മുഖത്ത് നോക്കി സംസാരിക്കുക, അതൊന്നും കുട്ടികൾക്ക് ഉണ്ടാവില്ല. പിന്നെ ശ്രദ്ധക്കുറവ്, അങ്ങനത്തെ കുഴപ്പങ്ങൾ. പിന്നെ കുട്ടികൾ ഒറ്റപ്പെട്ട് കളിക്കും, കൂട്ടത്തിൽ കളിക്കൂല, കൂട്ടം കൂടൂല, ഓരോ ഒറ്റക്കായല്ല ലോകത്ത് കൂടി ഇക്കാരം. അപ്പോൾ അതേമാതിരി ഒറ്റക്ക് ആലോചിച്ച് നിൽക്കുക, അങ്ങനത്തെ എന്തെങ്കിലും കുട്ടികളിൽ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം പോകേണ്ടത് സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്കാണ്. ക്ലിനിക്കൽ സൈക്കോളജിൻ്റെ അടുത്ത് പോവുക, IQ ടെസ്റ്റ് ചെയ്യുക. ഞാനൊക്കെ ആദ്യം പോയത് ഒരുപാട് കുട്ടികളുടെ ഡോക്ടറെ അടുത്തേക്കാണ്. നമ്മൾ കുട്ടികൾക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ കുട്ടികളുടെ ഡോക്ടറെ അടുത്തേക്കാണല്ലോ പോവുക. അപ്പോൾ ഞാനും പോയത് അതേമാതിരിയാണ്. അപ്പോൾ എവിടെ ചെന്നാലും കുട്ടിക്കൊരു പ്രശ്നം നമ്മൾ കാണുന്നില്ല. ഏതൊരു ഡോക്ടർമാരും കുട്ടിക്ക് കുഴപ്പമില്ല എന്നേ പറയുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ എന്താ ചെയ്യണത്? ഞാൻ പോയത് 13 വർഷങ്ങൾക്ക് മുമ്പാണ് കേട്ടോ. ഇനി ഇപ്പോഴത്തെ പുതിയ പഠനമൊക്കെ പഠിച്ച ഡോക്ടർമാരൊക്കെ ചിലപ്പോൾ മാറ്റം വന്നിട്ടുണ്ടാവും. നമ്മൾ ഡോക്ടർമാരെല്ലാവരും കുറ്റം പറയല്ല, കുറ്റപ്പെടുത്തല്ല. പക്ഷേ നമ്മളൊരു അറിവ് ഈ ഒരു ഇതിൽ കടന്നു പോണ അമ്മമാർക്ക് ഇതിനെക്കുറിച്ച് അറിയുള്ളൂ. അപ്പോൾ എവിടെ പോകണം എന്നുള്ളത് അറിയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. നമ്മൾ ഡോക്ടർമാരെ കുറ്റപ്പെടുത്തിയത് സംസാരിച്ചതല്ല. അപ്പോൾ നമ്മൾ പിന്നെ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിയത് എങ്ങനെയാണെന്ന് അറിഞ്ഞാൽ നമ്മൾ പിന്നെ LKG ബാലവാടി പോയി. 1 വർഷം ബാലവാടി കഴിഞ്ഞ് LKG പോയി. LKGത്തെ പഠനം കഴിഞ്ഞ് UKGയിലേക്ക് അവന് മാറിയപ്പോൾ
LKG ഓന് കുഴപ്പമില്ലാതെ ഓൻ ജയിച്ചു പോന്നു. കാരണം ഓന് എന്താണ് LKG എഴുത്തില്ലല്ലോ, അതുകൊണ്ട് ഓന് കുഴപ്പമില്ല, കണ്ടിട്ട് പഠിക്കാമല്ലോ, ഓൻ പഠിച്ച് പറഞ്ഞു കൊടുത്തു. പിന്നെ UKG എത്തിയപ്പോൾ ഓന് പഠനത്തിൽ പിന്നാക്കം. അപ്പോൾ എനിക്ക് തോന്നി, പിന്നെ ക്ലാസ്സിൽ ഓൻ അടങ്ങിയിരിക്കില്ല. ക്ലാസ്സിൽ ഓന് വണ്ടി വിട്ടിട്ട് ഇങ്ങനെ നടക്കിക്കാരം, ഒരു സ്ലേറ്റും പിടിച്ച് വണ്ടി വിട്ട് ഇങ്ങനെ ഇരിക്കാരം. അത് ഈ ഒരു വിധം കുട്ടികൾക്കുള്ള പ്രശ്നമാണ്, അടങ്ങിയിരിക്കാൻ കഴിയാത്തത്. ആദ്യം നമ്മൾ കൊടുക്കേണ്ട തെറാപ്പി സ്പീച്ച് തെറാപ്പി അല്ല, നമ്മൾ കൊടുക്കേണ്ടത് ഓക്യുപ്പേഷണൽ തെറാപ്പിയാണ്. അടങ്ങിയിരിക്കാല തെറാപ്പികളാണ് നമ്മൾ ആദ്യം കൊടുക്കേണ്ടത്. എന്നിട്ടാണ് നമ്മൾ സ്പീച്ച് തെറാപ്പി സ്റ്റാർട്ട് ചെയ്യേണ്ടത്. കുട്ടികൾക്ക് അടങ്ങിയിരിക്കലും മുഖത്ത് നോക്കി ശ്രദ്ധയും കിട്ടിയിട്ട് വേണം സ്പീച്ച് തെറാപ്പി കൊടുക്കാൻ. അപ്പോൾ ഞാൻ എത്തിയത് തെറാപ്പിസ്റ്റിൻ്റെ അടുത്തേക്ക് എത്തിയ സമയം UKG കഴിഞ്ഞ് 1ാം ക്ലാസ്സിലെത്തി. 1ാം ക്ലാസ്സിക്ക് ഞാൻ മാറ്റിയത് ഇനിയിപ്പോൾ പ്രൈവറ്റിൽ ഇരുത്തി വെറുതെ ഫീസ് കൊടുത്തിട്ട് കാര്യമില്ല, ഏതായാലും അവന് പഠിക്കാൻ കഴിയണില്ലല്ലോ, നമുക്ക് മലയാളം മീഡിയത്തിൽ ഒന്ന് നോക്കി നോക്കുക, ഗവൺമെൻറ് സ്കൂളിൽ ചേർക്കുക എന്ന് വിചാരിച്ചങ്ങാണ്ട് അങ്ങനെ ഗവൺമെൻറ് സ്കൂള് കാപ്പിൽ ഗവൺമെൻറ് സ്കൂളിൽ ചേർത്തു. ആ സ്കൂളിൽ നിന്ന് 1ാം ക്ലാസ്സിൽ നിന്ന് ഒരു ഷാഹിന ടീച്ചറുണ്ട്. ആ ഷാഹിന ടീച്ചർ കുറേ എല്ലാ കുട്ടികളെയും മാതിരിയല്ല, എന്തോ ഒരു മാറ്റം ടീച്ചർ കാണുന്നുണ്ട്, പഠിക്കാൻ കഴിയണില്ല. അപ്പോൾ ലേണിംഗ് ഡിസേബിലിറ്റി, പഠന വൈകല്യം ആണ് എന്നാണ് ടീച്ചർ പറഞ്ഞത്. അപ്പോൾ ടീച്ചർ എന്താണ് ഓന് കുറച്ച് കഴിയുമ്പോഴത്തേക്കൊക്കെ ശരിയായിക്കോളും എന്ന് പറഞ്ഞാൽ അങ്ങനെ നിൽക്കുന്നതിൻ്റെ ഇടയിൽ പിന്നെ സ്കൂളിൽ ഒരു ഗവൺമെൻറ് പഠന വൈകല്യത്തിനൊരു ഡോക്ടർ വന്നു. അപ്പോൾ ആ ഡോക്ടർ വന്നപ്പോൾ ഈ ഷാഹിന ടീച്ചർ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങനെ ഒരു ഡോക്ടർ വരുന്നുണ്ട്, നമുക്ക് അതിനാനൊന്ന് കാണിച്ചു കൊടുക്കണം, നിങ്ങൾ വരിയെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും പിന്നെ ടീച്ചറും ഓനും കൂടിയും ചെന്ന്, ആ ടീച്ചറാണ് കേട്ടോ നമുക്ക് ഇവനൊരു കുഴപ്പമില്ല ഉണ്ട്, നമുക്കിങ്ങനെ കാണിക്കണം എന്നുള്ളത് ഒന്ന് പറഞ്ഞത്. ആ പറഞ്ഞപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ ദേഷ്യം തോന്നിയത് ടീച്ചറോട്. എന്താ വെച്ചാൽ നമ്മൾ ഒരു കുഴപ്പമില്ല കൊണ്ട് എല്ലാ ഡോക്ടർമാരും വിധി എഴുതി, നമ്മളും വിധി എഴുതിയിരിക്കുകയാണ്, കുഴപ്പമില്ല, ഓനക്കൊരു ബുദ്ധിമുട്ടും ഇല്ലാത്ത കുട്ടിയാണ് എന്നുള്ളത്. ആ ഒരു ഇതിൽ നിൽക്കുമ്പോൾ ഈ ടീച്ചർ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആദ്യം സത്യത്തിൽ ദേഷ്യം പറഞ്ഞു. ഇപ്പം എനിക്ക് ആ ടീച്ചറോട് ഒരു ബഹുമാനം അതൊക്കെ തോന്നും കേട്ടോ. കാപ്പില സ്കൂളിൽ അന്ന് 1ാം ക്ലാസ്സിലാണ്, ഷാഹിന ടീച്ചറാണ്. അങ്ങനെ 1ാം ക്ലാസ്സിൽ വന്ന ടീച്ചർ ആ ഡോക്ടറെ കാണിച്ചു. ആ ഡോക്ടർ പറഞ്ഞു, നിങ്ങൾ കോഴിക്കോട് സ്പന്ദനം എന്ന് പറഞ്ഞൊരു സെൻറ്റർ ഉണ്ട്, നിങ്ങൾ അങ്ങോട്ടൊന്ന് വരിട്ടോ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആ കോഴിക്കോട് കൊയിലാണ്ടി സ്പന്ദനം തന്നെയാണ്, അതിൽ പോയി. അതിൽ 2-2.5 വർഷത്തോളം ഞങ്ങൾ പോയിട്ടുണ്ട്. അവിടെ കുറേ മരുന്നും ഇതൊക്കെ ഉണ്ട്, ആയുർവേദ മരുന്നുകളും കുറച്ച് തെറാപ്പിയൊക്കെ കൂടെ ഉണ്ട്. അവിടുന്ന് കുറച്ചൊരു മാറ്റം കിട്ടി. എന്നെ സംബന്ധിച്ച് എൻ്റെ ഇതുവരെയുള്ള ഒരു അറിവനുസരിച്ച് ഒരു മരുന്നും ഈ കുട്ടികൾക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇവർക്ക് വേണ്ടത് തെറാപ്പിയാണ്, കറക്റ്റ് തെറാപ്പി. അപ്പോൾ എവിടെ നല്ല തെറാപ്പി എന്ന് ചോദിക്കും. ശരിക്കും ഒരു തെറാപ്പിക്ക് നമ്മൾ കൊണ്ടുപോവുകയാണെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കണം, OT കൊടുക്കണം, ബിഹേവിയർ തെറാപ്പി കൊടുക്കണം, പിന്നെ അതേമാതിരി സ്പീച്ച് തെറാപ്പി കൊടുക്കണം. ഫിസിയോതെറാപ്പി വേണ്ട കുട്ടികളുണ്ടാവും, ചിലർക്ക് കൈയിനും കാലിനൊക്കെ ബാലൻസ് കുറവുണ്ടാവും. ഇവന് ഞാൻ കുറച്ചൊക്കെ ഫിസിയോതെറാപ്പി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ബാലൻസിൻ്റെ കുറവും കൂടി ഇല്ല കുട്ടികൾക്ക് ഫിസിയോതെറാപ്പിയും കൂടി കൂട്ടി കൊടുക്കണം. അങ്ങനെ 5 തെറാപ്പി കൊടുക്കണം. ഈ 5 തെറാപ്പിക്കും കൂടി നമ്മൾ പ്രൈവറ്റിൽ പോവുകയാണെങ്കിൽ 1000-1200 രൂപ നമുക്ക് വരും. പിന്നെ പോണ ചിലവ് അത് വേറെയും വരും. ഒക്കെ കൊടുത്തു കഴിഞ്ഞ് നമ്മൾ അവിടെ പുറത്തിരിക്കുകയാണ്, എത്രയോ ബില്ലും കൊടുത്ത് ഇങ്ങനെ നമ്മൾ ആ ബില്ല് പിന്നെ ഓല് നമ്മളെ കുട്ടീനെ ഉള്ളിൽ കൊണ്ടുപോകും. അവിടെ എന്താ ചെയ്യണമെന്ന് നമ്മൾ കാണില്ല. 3/4 മണിക്കൂർ, ഒരു 40 മിനിറ്റാണ് ഒരു തെറാപ്പി. ആ 40 മിനിറ്റിന് അന്ന് 350 രൂപ ഉണ്ട്, ഇപ്പോൾ 400-450 അല്ലാതെ ഉണ്ടാവില്ല. അങ്ങനെ അത് കൊടുക്കും. കുറച്ച് തെറാപ്പി കഴിഞ്ഞു അന്ന് പിന്നെ വീണ്ടും വരും. ഒരു 11 മണി വരെ സ്കൂളിൽ പോകും. ആഴ്ചയിൽ 3-4 ദിവസം ഞാൻ പോകും. പെരിന്തൽമണ്ണ പോയിനു, കോഴിക്കോട് പോയിനു, അങ്ങനെ ഷൊർണൂർ പോയി. അങ്ങനെ ആഴ്ചയിൽ 3-4 ദിവസം പോകും. രാവിലെ 1 മണിക്കൂർ ഒരു പീരിയഡൊക്കെ ഉള്ള സ്കൂളിൽ പോവുക, ബാക്കിയുള്ള ദിവസം തെറാപ്പിക്ക് പോവുകയാണ്. അപ്പോൾ അങ്ങനെ തെറാപ്പിക്ക് പോണ അമ്മമാരോട് പറയാനുള്ളത്, നമ്മൾ തെറാപ്പി എന്താണെന്ന് കാണാത്തോടത്തേക്ക് പോവരുത്. നമ്മളെ കൂടെ ഒരെന്താ ചെയ്യണമെന്നുള്ളത് നമ്മളും കൂടെ പഠിക്കണം, നമ്മളെയും കൂടി ഇരുത്തണം. അങ്ങനത്തെ തെറാപ്പി സെൻറ്റർക്ക് മാത്രം പോയാൽ മതി. അല്ലാതെ നമ്മളെ പൈസ വെറുതെ കൊടുത്ത് ഒരു ബില്ലും തന്ന് ഓലൊരു ബുക്കും തന്ന് ഇങ്ങനെ ചെയ്തു, വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ ചെയ്തോളി എന്നുള്ളതാണ് പറയുന്നത്. ആ വീട്ടിൽ ചെന്നിട്ട് ചെയ്യാനുള്ളത് നമ്മൾ പഠിക്കണം. ശരിക്കും നമ്മളാണ് തെറാപ്പിസ്റ്റ് ആവേണ്ടത്. ഓല് ചെയ്യണത് കണ്ടിട്ട് നമ്മൾ പഠിച്ചിട്ട് അതേപോലെ ഒരു 3/4 മണിക്കൂർ കൊണ്ട് ചെയ്തിട്ട് ഒന്നും കാര്യമില്ല. ശരിക്കും ഈ കുട്ടികളെ നമ്മളാണ് കൂടുതൽ സമയം നമ്മളെടുത്താണ് ഈ കുട്ടികളുള്ളത്. അപ്പോൾ കുറേ സമയം നമ്മളെടുത്താകുമ്പോൾ നമ്മളാണ് ഒരുപാട് കാര്യം പറഞ്ഞു കൊടുക്കേണ്ടത്. അപ്പോൾ ആദ്യം പഠിക്കേണ്ടത് നമ്മളാണ്. അപ്പോൾ അതിന് എനിക്ക് മനസ്സിലായത് മൈസൂർ ചെന്നിട്ടാണ് നമ്മളെ കൂടെ ഇരുത്തിയിട്ടുള്ള ഒരു തെറാപ്പി നമുക്ക് കിട്ടിയത്. കുഞ്ഞാവനായിട്ട് മൈസൂരിലെത്തിയപ്പോഴത്തിന് 10 വയസ്സ് കഴിഞ്ഞിരിക്കണു.
10 വയസ്സിൻ്റെ മുമ്പ് 7 വയസ്സാകുമ്പോഴത്തേന് അവിടെ എത്തിക്കഴിഞ്ഞാൽ 7 വയസ്സ് വരെ അവിടെ കുട്ടികൾക്ക് ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ ഇതുവരെ സംസാരിച്ചിട്ട് ഇനി കുഞ്ഞാൻ്റെ സംസാരം എങ്ങനെയുണ്ട് എന്നൊന്ന് കേട്ടോളി. ആരുണ്ടാക്കണ ചെക്കന്മാർ? ആ ഏത് ചെക്കന്മാർ? പൊട്ടച്ചമത്തെ കുട്ടാൻ്റെ പേര് അഷ്റഫ്. അഷ്റഫോ? നിസ്കരിച്ചപ്പോഴോ? അല്ല, നോമ്പ് തുറക്കുമ്പോ മുന്നിലുണ്ട്. ആ മുടി ഒന്ന് വാർന്നാളാ, എന്നിട്ട് തൊപ്പി വെച്ചപ്പോ തൊപ്പി എടുത്തോ? തൊപ്പി എടുത്തോ? കാപ്പി ചൂടായിട്ടേ ഉള്ളൂ. ചൂടാകുമ്പോ കുറച്ചേരം കഴിഞ്ഞിട്ടോണ്ട് പോരാ. തൊപ്പി എടുത്തോ? ശരിക്കും വാലേക്കും അസ്സലാം. തൊപ്പിടുത്തോ? തൊപ്പിടുത്തോ? കീസിലിടണ്ട, കുപ്പായത്തിന്റെ കൊടുക്കല്. കുഞ്ഞാവക്ക് റംലാനിലും റബിയുൽ പള്ളിക്കൊക്കെ പോകാനേ ഒരു താല്പര്യം കൂടുതലാട്ടോ. അതെന്താ വെച്ചാൽ അവിടുന്ന് നക്കിണി ഇട്ടുമല്ലോ, അതുകൊണ്ടാണ്. പക്ഷെ തറാവിക്ക് നക്കിണിയൊന്നുമില്ല കേട്ടോ. ഇപ്പോൾ പോണത് തറാവിക്കാണ്. മരുബി നോമ്പുറക്കലൊക്കെ കഴിഞ്ഞ് വന്നിട്ട് ടോർച്ചെടുത്ത് പള്ളിക്കൊക്കെ പോവുകയാണ് കേട്ടോ. ഇഷാവും തറാവിയും കഴിഞ്ഞിട്ടേ ഇനി വരുള്ളൂ. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് കുഞ്ഞാവിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് ഇഷ്ടമായും തോന്നുന്നു. ഇഷ്ടമായിക്കണമെങ്കിൽ ഒരു ലൈക്ക് അടിക്കുക. അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.